കുടുംബമാണെന്നേ പറയുള്ളൂ എന്ന് പറഞ്ഞു. മേനോൻ ചേട്ടൻ്റെ നായികമാർക്ക്, കൊണ്ടുവന്ന നായികമാർക്ക് മുഴുവൻ പ്രത്യേകതയുണ്ടായിരുന്നു. ഏത് സിനിമയിൽ നോക്കിയാലും ഒരു പിടി സിനിമകളാണ് മലയാളികൾക്ക് 70s-ലും 80s-ലും ആയിട്ട് തന്നിട്ടുള്ളത്. അന്നൊക്കെ എങ്ങനെയാണ് അന്നൊക്കെ സ്ക്രീൻ ടെസ്റ്റ് നടത്തിയത്? എല്ലാം ഞാൻ എപ്പോഴും പറയും, എനിക്കെപ്പോഴും ഏപ്രിൽ 18 ശോഭന എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ ഗായത്രി എന്ന് പറഞ്ഞില്ലേ, ഗായത്രി എന്നുള്ളതല്ല അവരുടെ പേര്. അവരുടെ പേര് ശ്രീധന്യ എന്നാണ്. ആ പേരിൽ അവർ 2-3 പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഞാൻ കണ്ടിട്ടില്ല പടങ്ങൾ. പക്ഷെ ഞാൻ ഗായത്രി ആയി പരിചയപ്പെട്ടു. ഇനി ഞാൻ ഗായത്രി എന്നങ്ങ് ഉപയോഗിക്കാന്ന് വെച്ചാൽ അത്രമാത്രം അന്നത്തെ ആ ഫംഗ്ഷനും അത്രമാത്രം രജിസ്റ്റർ ചെയ്തു. അവരെന്നോട് ചോദിച്ചു വാങ്ങിച്ചതാണ്, എനിക്ക് കഥാപാത്രത്തിൻ്റെ പേര് സാർ തരാമോ എന്ന് വെച്ച്. ഞാൻ വേദിയിൽ നിന്ന് സിനറ്റ് ഹാളിൽ വെച്ച് പറഞ്ഞു, ഇനിയുള്ള കാലം നീ ഗായത്രി എന്ന് അറിയപ്പെടട്ടെ. പണ്ട് നമ്മൾ ഈ ബാലയിലൊക്കെ പറഞ്ഞത് ചെയ്തതാണ്. അത് അത്ഭുതപ്പെടേണ്ട, കാരണം ഇതേപോലെ വേറൊരു ആർട്ടിസ്റ്റ് മലയാളത്തിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുണ്ട്. ആരാണെന്നറിയോ? നിങ്ങളൊരു പത്രപ്രവർത്തകയാണല്ലോ. കഥാപാത്രത്തിൻ്റെ പേരിൽ മലയാള സിനിമയിൽ ഇന്നും അറിയപ്പെടുന്ന ഒരു നായിക എനിക്കുണ്ട്. കാർത്തികയുടെ അല്ല, അവർ ചെയ്ത കഥാപാത്രത്തിൻ്റെ പേരിലാണ് അവർ അറിയപ്പെട്ടത്. ഞാൻ ഇട്ട പേരിലല്ല, ക്വിസാണ്. ഞാൻ അവർക്കൊരു പേരിട്ടു, പക്ഷെ ആ പേരിലല്ല അവർ പിന്നീട് അറിയപ്പെട്ടത്. ആ മണിയമ്പിള്ള രാജു, മണിയമ്പിള്ള എന്നറിയപ്പെട്ടത്. അതുപോലെ എൻ്റെ ഈ നായികയെ ഞാൻ നാമകരണം ചെയ്ത പേരിനെ അവര് കാലഘട്ടം മറക്കി. അല്ല, അംബിക അല്ല, ശോഭന. അതെ, യഥാർത്ഥത്തിൽ ആരും അറിയുന്നില്ലത്. മണിയമ്പിള്ള രാജു എന്ന് പറയുന്ന പോലെയാണ് ഏപ്രിൽ 18 ശോഭന. കാരണം എന്തുകൊണ്ടാണ് ശോഭന നിടാൻ കാരണം എന്ന് വെച്ചാൽ, ശോഭനയുടെ അന്നത്തെ ഒരു ചെറുപ്രായം കൊണ്ട് സാങ്കേതികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം ഒരു അറ്റ് ഹോം ഫീലിംഗ് വരട്ടെങ്കിൽ സ്വന്തം പേര് തന്നെ ആവട്ടെ എന്ന് ഞാൻ പറഞ്ഞു. എന്താ പേര്? ശോഭന. അപ്പോൾ അടുത്ത ശോഭനെ എന്ന് വിളിക്കുമ്പോൾ കുറച്ചുകൂടെ ഷീ വിൽ ഫീൽ ഇറ്റ്, ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ് ഉണ്ടാവും. അപ്പോൾ ശോഭനെ എന്ന് വിളിച്ച മലയാളികളുടെ ശോഭനയായതാണ്. എന്താ പറയുക, ജനനവശാലും ശോഭനയായി എന്നുള്ളത് വേറൊരു കാര്യം. ഞാൻ തിരശ്ശീലയിൽ കൊടുത്തിരുന്നത് ഞങ്ങൾ അവതരിപ്പിക്കുന്ന പുതുമുഖം മീര എന്നായിരുന്നു. അതിനെ ജനം മറന്ന് മണിയമ്പിള്ള രാജുവിനെ മാതിരി ശോഭന.